മക്കളെ, എല്ലാവർക്കും ഷാരോസ് ഓൺലൈൻ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 1ാമത്തെ യൂണിറ്റായ ഒറ്റയെല്ലൊരു ജീവിയും എന്ന യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത മക്കൾ അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. കണ്ട് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് വരിക, പഠിക്കുക. ലിങ്ക് ടീച്ചർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. അതുമാത്രമല്ല, എല്ലാവരും ടീച്ചറിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കെ. പിന്നെ ഓൾ ബട്ടൺ കൊടുത്താൽ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എൻ്റെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? അടുത്തതും ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ചിത്രം നോക്കിക്കേ, എന്തൊക്കെ കാണാം ചിത്രത്തിൽ? ചിത്രത്തിലൊരു കുളമുണ്ടല്ലേ? കുളമുണ്ട്, കുളത്തിൽ കുറേ ജീവികളുണ്ട്, പിന്നെ നെൽപ്പാടങ്ങളുണ്ട്, നെൽപ്പാടത്തിൽ കാണുന്ന കുറേ ജീവികളുണ്ട്, പിന്നെന്താണ്, ഒരു വീടുണ്ട്, മലയുണ്ട്, ഒക്കെ ഉണ്ടല്ലേ? വളരെ നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും കണ്ടില്ലേ? ചിത്രമൊക്കെ നിരീക്ഷിച്ചില്ലേ? അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചിത്രത്തിലെ ജീവികൾ ഏതെല്ലാമാണ്? ഒന്ന് പറഞ്ഞ്, ചിത്രത്തിലെ ജീവികൾ ഏതെല്ലാമാണെന്ന്. കൊക്ക്, തവള, പുഴു, ഞണ്ട്, കാക്ക, ആമ, പുൽച്ചാടി, ഒച്ച്, തുമ്പി, ചെറുമീനുകൾ. ഇതെല്ലാം ആൻസറായിട്ട് എഴുതണം കേട്ടോ. നമ്മൾ ആൻസേഴ്സിൻ്റെ ഒരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും മക്കളിതെല്ലാം ടെക്സ്റ്റിൽ കൂടെ അല്ലെങ്കിൽ വേറൊരു നോട്ടിലോ എങ്ങനെയാണ് നിങ്ങളുടെ എളുപ്പത്തിന് അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ഇനി അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? നമ്മളിപ്പോൾ കുറേ ചിത്രങ്ങൾ കണ്ടു അല്ലേ? ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാം? ഇപ്പോൾ ചിത്രത്തിലുള്ളതിൽ നിന്നും സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ, ഒന്ന് എഴുതി നോക്കിയേ. ചെറുമീനുകൾ, പുൽച്ചാടി, പുഴു, ഒച്ച്, ആമ, തുമ്പി, ഇവയൊക്കെയാണ് സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ. ഇനി അടുത്തെന്താണ്? ചെറുമീനുകൾ. ഇതിൽ നിന്ന് ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇതിലുണ്ട്? ചെറിയ മീനുകളെ വലിയ മീനുകൾ കഴിക്കും അല്ലേ? അതുപോലെ വേറെ ആര് കഴിക്കും? തവള കഴിക്കും, കൊക്ക്, പക്ഷി, ഞണ്ട്, നീർക്കോലി, ഇവയെല്ലാം ഈ കുളത്തിലുള്ള ചെറുമീനുകളെ ഭക്ഷിക്കും. അടുത്തെന്താ കൊടുത്തേക്കണേ? ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ഇപ്പോൾ ഓരോ ജീവികളുണ്ട്. ആ ഓരോ ജീവികളും എന്തിനെയൊക്കെ ആഹാരമാക്കുന്നത്? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. കുഞ്ഞു മീനുകളൊക്കെ എന്താണ്? കുഞ്ഞു കുഞ്ഞു സസ്യങ്ങളെയൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ? ചെറിയ മീനുകളെ ആരാഹാരമാക്കുന്നു? വലിയ മീനുകൾ വന്നിട്ട് പിടിച്ച് കഴിക്കുന്നു. അപ്പോൾ കുളത്തിൽ കുഞ്ഞു മീനുകൾ ആദ്യം കുഞ്ഞു കുഞ്ഞു സസ്യങ്ങളെയൊക്കെ കഴിക്കും അല്ലേ? ആ കുഞ്ഞു മീനുകളെ ആര് വരും? വലിയ മീനുകൾ വന്നിട്ട് കഴിക്കും. ഇനി വലിയ മീനുകളെ ആരാ കൊണ്ടുപോവുക? കൊക്കുകൾ വന്ന് പിടിച്ചിട്ട് പോയി കഴിക്കും അല്ലേ? ഇങ്ങനെ കൊത്തിയെടുത്തുകൊണ്ട് പോയി കഴിക്കും. വയലിലുള്ള മറ്റ് ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കുക. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? കുഞ്ഞു മീനുകൾ സസ്യങ്ങളെ കഴിക്കും. കുഞ്ഞു സസ്യങ്ങൾ കുഞ്ഞു മീനുകളെ കഴിക്കും. ഈ കുഞ്ഞു മീനുകളെ വലിയ മീനുകൾ കഴിക്കും. ഈ വലിയ മീനുകളെ ആരൊക്കെയാണ് കഴിക്കുക? കൊക്കുകൾ കഴിക്കും. കൊക്കുകൾ വന്നിങ്ങനെ കൊത്തിയെടുത്തിട്ട് പോയി കഴിക്കും അല്ലേ? അതുപോലെ വയലിൽ വേറെയും കുറേ ജീവികളുണ്ട്. അതാരൊക്കെയാണ് ആഹാരമാക്കുന്നത് എന്നുള്ളത് കൂടെ ചേർത്തിട്ട് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അതിലെന്താ കൊടുത്തേക്കുന്നത്? സസ്യത്തെ ആരൊക്കെയാണ് കഴിക്കുന്നതെന്നാണ് 3 ആരോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സസ്യത്തെ ആരൊക്കെയാണ് കഴിക്കുന്നത്? ചെറുമീൻ കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ ആരാ കഴിക്കുന്നത്? പുൽച്ചാടി കഴിക്കുമല്ലേ? ആ ചിത്രത്തിൽ വേറെ ആരാ സസ്യത്തെ കഴിക്കുന്നത്? പുൽച്ചാടി. ഇനി ചെറുമീനിനെ ആരൊക്കെയാണ് കഴിക്കുന്നത്? ചെറുമീനിനെ വലിയ മീനുകൾ വന്ന് കഴിക്കുമല്ലേ? അതുപോലെ ചെറുമീനിനെ കുളത്തിലുള്ള തവളയും കഴിക്കും. ഇനി ഈ വലിയ മീനുകളെയും തവളകളെയും ആരാ കഴിക്കുക വന്ന്? ഈ വലിയ മീനിനെയും തവളയും ആരാ കഴിക്കുക? കൊക്കുകൾ വരുമല്ലേ? കൊക്കുകൾ വന്നിട്ട് ഇങ്ങനെ കൊത്തിയെടുത്തുകൊണ്ട് പോയിട്ട് കഴിക്കും. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞു, സസ്യം ചെറുമീനിനെ കഴിക്കും, പുൽച്ചാടിയെ കഴിക്കും, പുഴുവിനെ കഴിക്കും.
ചെറുമീനിനെയും പുൽച്ചാടിയും വലിയ മീനുകളും തവളകളും കഴിക്കുന്ന. അതുപോലെ പുഴുവിനെ അപ്പോൾ ആര് കഴിക്കും? പുഴുവിനെ കഴിക്കാനായിട്ട് ആ ചിത്രത്തിൽ ആരുണ്ട്? കാക്കമ്മ ഉണ്ടല്ലേ. നമ്മുടെ കാക്കച്ചി വന്നിട്ട് പുഴുവിനെ കൊത്തിയെടുത്തുകൊണ്ട് പോയിട്ട് അങ്ങ് കഴിച്ചോളും. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിലുള്ളതാണ് ഏതൊക്കെ ജീവികൾ ആരെയൊക്കെ കഴിക്കും എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ചിത്രത്തിലുള്ളതല്ലാതെയും നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. കുറേ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ചിത്രത്തിലുള്ള ഒരു ചിത്രീകരണം തന്നിരിക്കുന്ന, അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എൻ്റെ മക്കളിത് മനസ്സിലാക്കി വെക്കണം. നല്ല രീതിക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ചിത്രീകരണം പൂർത്തിയാക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. അപ്പം നല്ല രീതിക്ക് പഠിക്കുക കേട്ടോ ഇത്. ഇനി അടുത്ത ഭാഗം നോക്കിക്കേ. കണ്ണികൾ ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ അല്ലേ. നമ്മൾ പറഞ്ഞു മാനും മുയലും പുൽച്ചാടിയും ഒക്കെ ആരെയാണ് കഴിക്കുന്നത്? സസ്യങ്ങളെ. അപ്പോൾ സസ്യങ്ങളെ കഴിക്കുന്നത് മാൻ, മുയൽ, പുൽച്ചാടിയാണ്. അപ്പോൾ ഈ മാനിനെയും മുയലിനെയും പുൽച്ചാടിയെയും ആരാ കഴിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, സസ്യം, മാൻ, മുയൽ, പുൽച്ചാടി. ഇനി മാനിനെ ആര് കഴിക്കും? മുയലിനെ ആര് കഴിക്കും? പുൽച്ചാടിയെ ആര് കഴിക്കും? അതെഴുതി നമ്മൾ ഈ ആഹാരബന്ധം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സസ്യത്തെ ആരാ കഴിക്കുക? മാൻ കഴിക്കും. മാനിനെ സിംഹം വരും അല്ലേ, സിംഹം വന്ന് കഴിക്കും. ഇനി അടുത്ത ആരാ പറഞ്ഞേക്കുന്നത്? സസ്യത്തെ മുയൽ കഴിക്കുന്നു. മുയലിനെ കടുവ കഴിക്കും. ഓക്കെ, അടുത്ത ആരാണ്? സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടിയെ തവള കഴിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. സസ്യത്തെ മാൻ കഴിക്കുന്നു, മാനിനെ സിംഹം കഴിക്കുന്നു, സസ്യത്തെ മുയൽ ആഹാരമാക്കുന്നു, മുയലിനെ കടുവ ആഹാരമാക്കുന്നു, സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ ആരാഹാരമാക്കുന്നു? തവള ആഹാരമാക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? സസ്യത്തെ മാൻ കഴിക്കുന്നു, മാനിനെ സിംഹം കഴിക്കുന്നു. സസ്യത്തെ മുയൽ കഴിക്കുന്നു, മുയലിനെ കടുവ കഴിക്കുന്നു. സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ്. അതായത് ഒരെണ്ണത്തിനെ ഒന്ന് കഴിക്കുന്നു, മറ്റൊരാൾ കഴിക്കുന്നു, ആ മറ്റൊരാളെ വേറൊരാൾ വന്ന് കഴിക്കുന്നു, ഈ ഒരാളെ വേറൊരാൾ വന്ന് കഴിക്കുന്നു. അങ്ങനെ മാറി മാറി ഓരോരുത്തരും പരസ്പരം എന്ത് ചെയ്യാണ്? ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരാളെ മറ്റൊരാൾ കഴിക്കുന്നു, അയാളെ വേറൊരാൾ കഴിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എൻ്റെ പൊന്നു മക്കൾ, ഇത് ഇത്രയും നല്ല രീതിക്ക് പഠിച്ച് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് 3rd പാർട്ട്, ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മക്കളന്മാരെല്ലാം ടീച്ചറിനൊരു ലൈക്ക് തരാം. ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എൻ്റെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനി നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യണം, വേറെ ഏതെങ്കിലും ക്ലാസ്സസ് വേണം, എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ കമൻസിൽ അറിയിക്കുക. നമ്മുടെ ഇതിൽ EVS, മാത്സും മലയാളം എന്നീ സബ്ജക്റ്റാണ്, SCERT സിലബസിൻ്റെ സബ്ജക്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിച്ചെൻ്റെ മക്കൾ മാർക്കൊക്കെ മേടിക്കുക കേട്ടോ. ശരി, ബൈ.